ആളുണ്ടായിരിക്കുന്നതായ പശുക്കിടാവിനെ വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ എന്നിരിക്കുന്നതായ നരിക്കുലത്തെ ഏറ്റെടുത്തിരിക്കുന്നതായ കൊല്ലം ഒന്നിനാൾ കൂടി കാണുന്നത് പോലെ നിങ്ങളതായിരിക്കുന്ന അല്ലെ ഈ ക്ഷേത്രത്തിനകത്ത് ദേവസങ്കേതത്തിനകത്ത് കാൽകടിയാട്ടങ്ങളൊക്കെ കൊണ്ടുപിടിച്ചു. ശബരിയുടെ കാത്തിരിപ്പിന്റെ വിരാമമിട്ടാണ് ശബരിക്ക് അല്ലെ മോക്ഷം കൊടുത്തത് ഭഗവാൻ അല്ലെ. വടപത്രശായിയാണ് ഭഗവാൻ അല്ലെ. ഇതിനകത്ത് നാമധേയം അങ്ങനെയല്ലേ പ്രത്യക്ഷീകരിച്ച് കണ്ടുവല്ലോ. അവരെ ശേഷം നാളെയും നിങ്ങളെയും ഇതേ പ്രകാരം തന്നെ ഞങ്ങളെ കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കണം എന്നും ഇതേ പ്രകാരം തൊഴുത കരത്തോടുകൂടി ഞങ്ങളുടെ സമക്ഷം നിന്ന് അനുഗ്രഹം വാങ്ങേണ്ടതായിരിക്കുന്ന ഭാഗ്യത്തെ തരണം നേടിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ. ലോകനാഥനായിരിക്കുന്ന അല്ലെ വിശ്വം ഭരിച്ചിരിക്കുന്നതായ വിശ്വംഭരമൂർത്തി ഞങ്ങളെയും പരിരക്ഷ ചെയ്യുമെന്നിരിക്കുന്നതായ ഭക്തിയിരിക്കട്ടെ കേട്ടോ. ഇന്നത്തെ സമാധാനമായിട്ട് ഈ മഹാമായ ഒപ്പത്തിൽ കവർദ്ധമെന്ന് കടന്നുകൂടിയ ശങ്കരൻ നിങ്ങൾ ആരാധിച്ചിരുന്ന ഗുരു മാരുള്ള വൃക്ഷത്തിങ്കീകൾ തപസ് ചെയ്ത നേരം പന്നകം നൃത്തം ചെയ്യുന്നത് കണ്ടതുകൊണ്ട് പാമ്പാടിയാണെന്ന് നാമധേയം. അങ്ങനെ ഇരിക്കുന്ന ഈ ദേശത്തിനകത്ത് ഈ പുണ്യഭൂമിക്കകത്ത് ഞാൻ കാലും കഴുകി കരകയറി അല്ലേ. പടർന്ന പള്ളി പോലെയും പറന്ന വെള്ളം പോലെയും ഭൂമി കുളിഞ്ഞേണം സമുദ്രം നിൽക്കുന്ന പോലെ പ്രകാരത്തെങ്കിൽ എന്റെ സന്ദേഹന്മാർക്ക് യാതൊരു അല്ലെങ്കിലും മഹാജാധീവെന്ന് ഭൂമിക്കാർ അളവിലെത്താതെ വൈദ്യനാഥനായിട്ട് ഈ മഹാദേവനിവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊന്നുമല്ല എന്ത് മാടായ നഗരം എന്നിരിക്കുന്നതാ ആ പള്ളിക്കകത്ത് അല്ലേ. ഇതൊന്ന് കയ്യെടുക്കുന്നില്ലേ ഇപ്പോഴും ഉണ്ട്. ഒരു സഹോദര ബന്ധമാണല്ലേ. പള്ളിയിലായാലും പള്ളിയറയിലായാലും പഞ്ചനമസ്കാരം ചെയ്തും 5 പൂജകൾ ചെയ്തും അല്ലേണ്ട് ഒരുമയോടെ നിലനിന്നിരിക്കുന്നതായ അനുഭവം തന്നെയാണ് അല്ലേ. എന്റെ അക്ലിയത്തപ്പന്റെ അഭിഷേകം ഒഴുകുന്ന സ്ഥലക്കൂറ് അതിലും വിശേഷിച്ച് എന്റെ പെരുന്തൃക്കോടൊപ്പം നിൽക്കുന്നതായ ആ ദിവ്യമായ ചൈതന്യത്തിന്റെ കരവലയത്തിനുള്ളിലാണ് കടലും കരയും ഒത്തുചേർന്നിരിക്കുന്നതായ ഈ ദേശം അല്ലേ. കൊണ്ട് ഇരിക്കട്ടെ പന്നകഭൂഷണനാണല്ലോ ഈ മഹാദേവൻ അല്ലേ. എന്നത് ഹംസിക്കാൻ വന്നിരിക്കുന്ന നാഗങ്ങളെ പോലും ആഭരണമാക്കി അടിഞ്ഞിരിക്കുന്നതായ കാളകണ്ഠനാണ് ഈ മഹാദേവൻ. ആയത് പ്രകാരത്തിങ്കിൽ ഇന്നത്തെ ദിവസം വന്നു. എന്റെ തന്തേരെ കണ്ടു, ശേഷമുള്ളതായിരിക്കുന്ന മഹിളയെ കണ്ടുവച്ചു. ഇനി വരും കാലം അത്രയും നിങ്ങളാവുന്നതായിരിക്കുന്ന ഈ ശ്രേഷ്ഠ ഭൂമിക്കകത്ത് ഞാനെന്നിരിക്കുന്നതായ ചൈതന്യത്തിന്റെ പ്രഭാവലയം അല്ലെ. ആ പ്രഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണമെന്ന് തന്റെ മോള്. അതിനുള്ള ഭാഗ്യത്തെ ഞാൻ കാക്ഷിക്കാൻ കിട്ടുക. ഇന്നത്തെ ദിവസം ഉദ്ഭേദമായിട്ട് ലോകനാഥനെയും സംഹാരമൂർത്തിയും ദൈവം അളകാട് ശാസ്ത്രജ്ഞനെയും കാകപ്രതിഷ്ഠയായിട്ട് കൂടിക്കണ്ടു അല്ലേ. സന്തോഷമായോ നിങ്ങൾക്ക്? 3 ആഴികൾ ചേർന്നിരിക്കുന്ന ഒരു ദേശമല്ലേ ഈക്കല് അല്ലേ. വാസുകിയെന്നും തക്ഷകനെന്നും കാർക്കോടകനെന്നും ശങ്കരെന്നും ഗുളികനെന്നും പത്മനെന്നും മഹാപത്മനെന്നും അനന്തനെന്നും ഇരിക്കുന്ന നാഗസങ്കല്പ ഭൂമിയായിട്ട് ഈ അഴീക്കോട് ദേശത്തിന്റെ എന്റെ സന്താനങ്ങൾക്ക് രക്ഷ നൽകുവാനായിക്കൊണ്ട് അല്ലേ. ഏത് പ്രകാരത്തിങ്കലാണ് നാഗങ്ങൾ നാഗമാണിക്യം കാത്തു സൂക്ഷിക്കുന്നത് പോലെ എന്റെ ഈ ദേശത്തുള്ള ഭക്തന്മാരെ കാത്തു രക്ഷിക്കുന്നില്ലേ നാഗചൈതന്യങ്ങൾ അല്ലേ. പിന്നെയോ ഈ സ്ഥാനമുൻപാധാരമായിട്ട് സ്വയം വന്നു ചേർന്നിരിക്കുന്ന ഒരു ഗുരുവിന്റെ ഇവിടെ അല്ലേ. അങ്ങനെയുള്ള ഗുരുവും നിങ്ങൾക്ക് രക്ഷ ഇടവും വരവും രക്ഷ നൽകുവാനായിക്കൊണ്ട് അല്ലേ. അതിനുപരിയായിട്ടോ ഭുവനനായിക നാട്ടുവര ദേവത അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായികയായിരിക്കുന്ന ശ്രീ മഹാദേവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്നും പൊന്നിൻ പഴുക്ക പോലെ നിൽക്കുന്ന ഒരു മാതാവ്
പുതിയ ഭഗവതി പുതിയ ദേവലോകത്തെ പുതിയ പോറ്റിപ്പോരുന്ന ഒരു അമ്മയായിട്ടും നിങ്ങൾക്ക് ഈ പവിത്രമായിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന ഭൂമിക്കകത്ത് രക്ഷ നൽകുവാനായിക്കൊണ്ട് ഏവരുമില്ലേ? ശേഷം ഞങ്ങൾ നിൽക്കുന്ന ദൈവാലയത്തിന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ഏവർക്കും ഇടവും വലവും കൈസഹമായിട്ട് നിന്ന് തകഴി ഒഴിച്ച് ഗുണപ്പാട് വരുത്തി ആരസ്യം തീർത്ത് അകതായടത്തിൽ വെച്ച് പരിപാലിക്കുന്ന മഹാഭാഗ്യത്തെ തന്ന് കാത്തിരക്ഷിക്കാൻ ദൈവം കാളകാട് ശാസ്ത്രം കേട്ടോ. ആ